സത്യത്തിൽ ഇന്ന് ഈ നിമിഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാകണം എന്നതിൻ്റെ മകുട ഉദാഹരണമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എങ്കിൽ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാകരുത് എന്നതിൻ്റെ അത്യുത്തമ ഉദാഹരണമായിട്ട് ശ്രീ പിണറായി വിജയൻ മാറിയിട്ടുമുണ്ട്. ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്കൊരു നല്ല രാഷ്ട്രീയ നേതാവാകണമെന്ന്? ഏതെങ്കിലും രക്ഷകർത്താക്കൾ തങ്ങളുടെ മക്കളെ ഒരു രാഷ്ട്രീയ നേതാവാക്കണമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിച്ചതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവാകണമെന്ന് തോന്നിയിട്ടില്ല? എന്തുകൊണ്ടാണ് രക്ഷകർത്താക്കൾക്ക് മക്കളെ ഒരു രാഷ്ട്രീയ നേതാവാക്കണമെന്ന് തോന്നാത്തത്? നിങ്ങൾക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടാവാത്തതുകൊണ്ടാണോ? എന്തുകൊണ്ടെന്നാൽ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. നമ്മളെ സത്യസന്ധമായി സ്വാധീനിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരില്ല. നാടിനെ ശരിയായ കർത്തവ്യബോധത്തോടുകൂടിയും ദിശാബോധത്തോടുകൂടിയും നയിച്ച് കർമ്മനിരതയോടുകൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ക്രാന്തദർശനികതയോടു കൂടിയിട്ടും ചിന്താശേഷിയോടുകൂടിയും നയിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായിട്ടുള്ളത് എന്നതുകൊണ്ട് മാത്രമാണ് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് മക്കളെ ഒരു രാഷ്ട്രീയ നേതാവാക്കണമെന്ന് തോന്നാത്തതും കുട്ടികൾക്ക് ഭാവിയിൽ നാടിനെ നയിക്കത്തക്ക ഒരാളായി മാറണമെന്ന് തോന്നാത്തതിൻ്റെ കാരണം രാഷ്ട്രീയമെന്നാൽ പൊതുവെ അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ഒരു മോശം സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്ന ഒരു വേദിയാണ്, അല്ലെങ്കിൽ അതൊരു അത്തരമൊരു സ്പേസാണ് എന്നുള്ള തോന്നലിൽ നിന്നാണ്. പക്ഷേ പഠിച്ചു പാസ്സായി ഡോക്ടറാവാനും കളക്ടറാകാനും അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകാനും അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ എക്സ്പേർട്ട് ആവാനും ഒക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കേണ്ടത് ഈ നാടിനെ നയിക്കാൻ ശേഷിയുള്ള ഒരാളായി നിങ്ങളുടെ മക്കളെ വാർത്തെടുക്കാൻ രക്ഷകർത്താക്കളും ഈ നാടിനെ നയിക്കാൻ ശേഷിയുള്ളവരായി സ്വയം വളർന്നു വരാൻ നിങ്ങളും കൂടി പരിശ്രമിക്കണം. അതിന് MLA ഒന്നും ആകണ്ട കേട്ടോ. MLAയും പഞ്ചായത്ത് മെമ്പറും ഒന്നും ആകാതെ തന്നെ നമുക്ക് ഈ നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു ദിശാബോധം കൂടി നിങ്ങളുടെ പഠിത്തത്തിലുണ്ടാവണം. എന്താണ് വിദ്യാഭ്യാസം? ഇവിടെ ഒരു സംസ്കൃത സ്കൂളിനെ കുറിച്ച് പറയുന്നത് കേട്ടു. എന്താ വിദ്യ സംസ്കൃതത്തിൽ? പറയാൻ അറിയാവുന്ന ആരുമില്ലേ? വിദ്യാഭ്യാസം എന്ന പദത്തിന് ഇംഗ്ലീഷിലും അർത്ഥമുണ്ട്, മലയാളത്തിലും സംസ്കൃതത്തിലുമൊക്കെ രചിക്കപ്പെട്ട അർത്ഥങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ നടത്താം. നമ്മുടെ തിരുവനന്തപുരത്ത് MG കോളേജിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, സാ വിദ്യ യാ വിമുക്തേ. യാതൊന്നാണോ നമ്മെ സ്വതന്ത്രമാക്കുന്നത്, അതിനെ വിദ്യാഭ്യാസം എന്ന് പറയുന്നു. എഡ്യൂക്കേഷൻ എഡ്യൂസ്, ടു ഡ്രാ ഔട്ട്, പുറത്തു കൊണ്ടുവരിക. അതായത് നിങ്ങളെ രക്ഷകർത്താക്കളെല്ലാം നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് പഠിക്കാനാണ്. എന്ത് പഠിക്കാനാ? പാഠപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. ഞാൻ എൻ്റെ സ്കൂളിൽ SLCക്ക് ഫസ്റ്റ് റാങ്ക് മേടിച്ച ആളാണ് കേട്ടോ. അല്ലെങ്കിൽ പറയാൻ കിട്ടാത്ത മുന്തിരി പൊളിച്ചത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ല, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത +2 മാത്രമാണ്. ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എക്സാം എഴുതിയില്ല. ഡിഗ്രി വേണ്ടെന്ന് തീരുമാനം എടുത്ത ഒരാളാണ് ഞാൻ. കാരണം മനുഷ്യൻ പടച്ചുണ്ടാക്കി വെച്ചേക്കുന്ന സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ച് കാണിച്ചിട്ട് ഞാൻ MBA കാരനാണ്, MSc കാരനാണ്, PhD കാരനാണെന്ന് പറഞ്ഞിട്ട് ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു വിഡ്ഢിയായി മാറുക എന്നുള്ളതല്ല ലക്ഷ്യം. സർഗാത്മകമായി ഈശ്വരൻ നൽകി അനുഗ്രഹിച്ച കഴിവുകളെ സ്വയം തിരിച്ചറിഞ്ഞ് മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ കഴിവുകളിലൂടെ സഞ്ചരിച്ച് അവനായി മാറുന്നതാണ് വിദ്യാഭ്യാസം. യേശുദാസ് എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഏതെങ്കിലും ഒരു അധ്യാപകൻ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ പഠിപ്പിച്ചിട്ട് അവന് സൈൻ തീറ്റയും ഗോസ് തീറ്റയും പഠിപ്പിച്ച് മാർക്ക് മേടിക്കുന്നതല്ല, അവന് പഠിക്കുന്നതിനേക്കാളും നല്ലത് പാടാനുള്ള കഴിവാണെന്ന് ഒരു അധ്യാപകൻ തിരിച്ചറിയുമ്പോഴാണ് അവനൊരു നല്ല അധ്യാപകനായി മാറുന്നത്. അവിടെ മാത്രമേ കേരളത്തിൽ യേശുദാസ് എന്ന് പറയുന്ന ഒരു ഗായകന് സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. മുംബൈയിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന സച്ചിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ പരീക്ഷയിൽ മാർക്ക് മേടിക്കാത്തതിൻ്റെ പേരിൽ അധ്യാപകന് വഴക്ക് പറഞ്ഞാൽ ഈ രാജ്യത്തിന് അഭിമാനിക്കാൻ കഴിയാവുന്ന സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. വിദ്യാഭ്യാസ മേഖലയാണ് ഈ നാട്ടിൽ ഏറ്റവും നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ മേഖലയിലെ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഒരാൾ പോലും വിദ്യാഭ്യാസ മന്ത്രി നമ്മുടെ നാട്ടിലായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ശാപം. ഈ നാട്ടിൽ പഠിച്ചിറങ്ങുന്ന ഒരൊറ്റ കുട്ടികൾക്കും എന്തുകൊണ്ട് ഈ നാട്ടിൽ ജോലിയെടുക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഇവരൊക്കെ വിദേശത്തേക്ക് പോകുന്നു?
കാരണം എന്താണ് വിദ്യാഭ്യാസം എന്ന് തിരിച്ചറിയാൻ ബോധമില്ലാത്ത കഴുതകൾ നമ്മുടെ നാടിൻ്റെ സർക്കാരായിട്ട് നമ്മളെ ഭരിക്കുന്ന മന്ത്രിമാരായി മാറുന്നതിൻ്റെ പ്രശ്നമാണിത്. അപ്പോട്ടെ, ഞാൻ പറഞ്ഞു തുടങ്ങി ഞാൻ ഇവരെയൊക്കെ ഞാൻ തെറിയാൻ വിളിക്കും. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും ആകുന്നെങ്കിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാകണമെന്ന്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, കൈയടിക്കാൻ പറഞ്ഞതല്ല. നിങ്ങളുടെ ശരീരത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അവയവം ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ദേ ഈ ചൂണ്ടുവിരലാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നു. നിങ്ങൾ ഈ ചൂണ്ടുവിരലിൽ ഒരു രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കാനുള്ള ശേഷിയുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഏതെങ്കിലും ഒരു നേതാവിനെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ഒരാളെ തെരഞ്ഞെടുത്ത് നമ്മളെ നയിക്കുന്നവരാക്കി മാറ്റേണ്ട ഗതികെട്ട കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിയാത്മകമായും ഭാവനാസങ്കല്പത്തോടു കൂടിയിട്ടും തലച്ചോറ് ഉപയോഗിച്ചുകൊണ്ടും ഈ ചൂണ്ടുവിരലിൻ്റെ അധികാരം കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന രാഷ്ട്രീയ അടിമകളായിട്ട് മനുഷ്യൻ മാറി എന്നുള്ളതൊക്കെ തന്നെയാണ് വിദേശ രാജ്യങ്ങളും നമ്മളും തമ്മിലുള്ളതൊക്കെ കുറേയൊക്കെയുള്ള വ്യത്യാസം. ഇനിയെങ്കിലും വരും തലമുറകളായാലും നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പലവിധ രാഷ്ട്രീയ ആശയങ്ങളുണ്ട്. ഞാനും വിശ്വസിക്കുന്ന ആശയങ്ങളുണ്ട്, ഞാൻ എതിർക്കുന്ന ആശയങ്ങളുണ്ട്. പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം ജനനന്മയെന്നാണ് അവർ പറയുന്നത്. ആരോട് ചോദിച്ചാലും എന്താ പറയുക? CPM-മാരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് ജനങ്ങളെ സേവിക്കുന്നതാണ്, ജനങ്ങളുടെ നന്മയാണ് ഇഷ്ടം. കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾക്ക് ജനങ്ങളെ സേവിക്കുന്നതാണ്, ജനനന്മയാണ് ലക്ഷ്യം. BJP-കാരനും ഇത് തന്നെ പറയും. എല്ലാവർക്കും ജനനന്മയാണ് ലക്ഷ്യമെങ്കിൽ പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ഇത്രയും പാർട്ടി? ഒറ്റ ലക്ഷ്യമാണെങ്കിൽ പിന്നെ ഒറ്റ പാർട്ടി പോരെ? അപ്പം ലക്ഷ്യം ഒന്നല്ല, അവൻ്റെ പാർട്ടി നന്നാവണം, അവൻ്റെ ആശയം നന്നാവണം, അവനിലൂടെ മാത്രം ഈ നാട് നന്നാവണം. അതുകൊണ്ടാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നിച്ചപ്പോൾ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അണിനിരന്ന് നമ്മുടെ ലക്ഷ്യം ഒന്നായിരുന്നു. ഒറ്റ ലക്ഷ്യമായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഒറ്റ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അണിനിരന്നു. ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായപ്പോൾ രാഷ്ട്രീയ ആശയങ്ങൾ വ്യത്യസ്തമായി, രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്തമായി. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ ഇത്രയും കുട്ടികളോട് പറഞ്ഞത് ഈ എഡ്യൂക്കേഷണൽ എക്സലൻസി അവാർഡ് ഈ കിട്ടിയേക്കുന്ന സർട്ടിഫിക്കറ്റിലൂടെയാണെന്ന് ഒരു രക്ഷകർത്താവും അഭിമാനിക്കരുത്, ഒരു കുട്ടിയും അതിലൂടെ അഭിമാനിക്കപ്പെടരുത്. നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ എന്തായി മാറണം എന്നുള്ളതിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്, വെറും ഒരു തുടക്കം. അതിഥി, ബോധം, ആചരണം, പ്രചരണം എന്ന 4 പദങ്ങൾ ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ഒരു അധ്യാപകനാകുന്നതെന്നാണ് പറയുന്നത്. അതിഥി എന്നാൽ അറിവ്, ബോധം ഉൾക്കൊള്ളൽ, അറിഞ്ഞതിനെ ഉൾക്കൊണ്ടതിന് ശേഷം അത് ജീവിതത്തിൽ ആചരിച്ചതിന് ശേഷം അത് പ്രചരിപ്പിക്കണം. എത്ര നല്ല അധ്യാപകർ നമുക്കുണ്ട്. അതുകൊണ്ട് ദിശാബോധമുള്ള കുട്ടികൾ വളരണമെങ്കിൽ രക്ഷകർത്താക്കളും അധ്യാപകരും സമൂഹവും വേണം ഭാവി തലമുറയെ വാർത്തെടുക്കാൻ. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് നിങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്, മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഇനി എൻ്റെ ഏറെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ചിട്ട് കുറച്ചു കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിട്ട് ഞാനൊന്ന് പോവുകയാണ്. സോളാർ സമര കാലഘട്ടത്തിൽ ഒരുപാട് സമരങ്ങളൊക്കെ ഞാനും പോയി ചെയ്തിട്ടുണ്ട്. CPM-ൻ്റെ അടികൊണ്ട് തലപൊട്ടി ആശുപത്രിയിലായിരുന്ന സമയത്താണ് ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി സാർ എന്നെ വിളിക്കുന്നത്. ഡൽഹിയിലായിരുന്നു അന്ന് അദ്ദേഹം. അങ്ങനെ അന്ന് അദ്ദേഹത്തെ ഒരിക്കൽ വിളിച്ച് പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ ക്ലിഫ് ഹൗസിൽ പോയി അദ്ദേഹത്തെ കണ്ടു. പിന്നീട് നാട്ടിലെ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ രാവിലെ തിരുവനന്തപുരത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം വരുന്നു. ഭയങ്കര ക്രൗഡാണെന്നറിയാം ക്ലിഫ് ഹൗസിൽ. അപ്പോൾ ഒരു 2 സ്ത്രീ അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം സാർ ഈ ബഹളം കേട്ടുകൊണ്ട് സാർ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവർ പറയുന്നത്, സാറ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് സാർ ഞങ്ങൾക്ക് ചെയ്തു തന്നില്ലല്ലോ, സാർ ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞല്ലേ, സാർ ജോലി മേടിച്ചു തന്നില്ലല്ലോ. അപ്പോൾ സാറ് പെട്ടെന്ന് ഇവരെ ചോദിച്ചു, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും പറയുന്നു, അല്ല സാർ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ എന്തൊരു സ്ത്രീ പറഞ്ഞു, അല്ല സാധ്യമായത് ചെയ്തു തരാമെന്ന് സാറ് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു, സാധ്യമായത് ചെയ്തു തരാമെന്ന് പറയുന്നതും ഒന്നാണോ? ഞാൻ ഈ വാചകം ഭയങ്കരമായി ശ്രദ്ധിച്ചു. സാധ്യമായത് ചെയ്തു തരാമെന്നാണ് അദ്ദേഹം അവർക്ക് നൽകിയ ഉറപ്പ്. അവരാദ്യം പറഞ്ഞത് സാറ് ചെയ്തു തരാം, എനിക്ക് ആ ജോലി മേടിച്ചു തരാമെന്ന് സാറ് പറഞ്ഞിരുന്നു. അത് സാറ് മേടിച്ചു തന്നില്ല. അപ്പോൾ സാറ് പറയുന്നുണ്ട്, സാധ്യമായത് ചെയ്തു തരാം എന്നല്ലേ ഞാൻ പറഞ്ഞത്, ഇതെന്നെ കൊണ്ട് സാധിക്കില്ല കുട്ടി. ഞാനിത് കുട്ടിക്ക് വേണ്ടി ഏതെങ്കിലും വഴിവിട്ട രീതിയിൽ ചെയ്താൽ അത് അത്തരം വഴിവിട്ട രീതികൾ എനിക്ക് ഒരുപാട് തുടരേണ്ടി വരും, ഒരുപാട് പേർക്ക് ഇതേ രീതിയിൽ എനിക്ക് ചെയ്യേണ്ടി വരും.
എന്ന് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇന്ന് ഈ നിമിഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രി എങ്ങനെയാകണം എന്നതിൻ്റെ മകുട ഉദാഹരണമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എങ്കിൽ ഒരു മുഖ്യമന്ത്രി എങ്ങനെയാകരുത് എന്നതിൻ്റെ അത്യുത്തമ ഉദാഹരണമായിട്ട് ശ്രീ പിണറായി വിജയൻ മാറിയിട്ടുമുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരിന്ന് നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ കോൺഗ്രസ്സുകാരേക്കാൾ ഉപരി, കോൺഗ്രസ് അനുഭാവികളെക്കാൾ ഉപരി കേരളം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്തെന്ന് വെച്ചാൽ സാധ്യമായതൊക്കെ തൻ്റെ നാടിന് വേണ്ടിയിട്ടും തൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ ശ്രമിച്ച ഒരു മുഖ്യമന്ത്രി. ഈ നാടിന് എത്രയോ കാലങ്ങൾക്ക് മുൻപേ ഇന്ന് നമ്മൾ ഈ കാണുന്ന മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി. അദ്ദേഹത്തെ ഏതെല്ലാം രീതിയിൽ ഉപദ്രവിക്കാമോ ആ രീതിയിലെല്ലാം ഉപദ്രവിച്ച് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നതിനേക്കാൾ ഉപരി ഒരു നാടിനെയും വരും തലമുറയെയും കൂടി നശിപ്പിച്ച സാമാന്യ മര്യാദയോ ബോധവുമില്ലാത്ത ഒരു വലിയ പ്രതിപക്ഷ നിര ഇന്ന് അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങൾ ആവർത്തിച്ച് അതിൻ്റെ അതേപടിയായിട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ വിസ്മരിച്ച നിമിഷത്തിൽ കേരളം മുഴുവൻ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുന്നു, അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇനിയുള്ള വരും കാലങ്ങളിലും ഇതുപോലെ ഒരാൾ ജീവിച്ചിരുന്നോ എന്ന് നമുക്ക് ചിന്തിച്ച് പോകത്തക്ക രീതിയിൽ ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പരിപൂർണമായും നടപ്പിലാക്കിയ ഒരു മനുഷ്യൻ, ജനങ്ങളിൽ ഒരുവനായി, ഏറ്റവും സാധാരണക്കാരനായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും മുന്നിട്ട് നിന്ന ഒരു വലിയ മനുഷ്യൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ ഞാൻ 2013 അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കവിത എഴുതി കൊടുത്തിരുന്നു. അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വെച്ച് എഴുതിയൊരു കവിതയാണ്. അത് ചൊല്ലി അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ ഞാൻ എൻ്റെ എളിയ പ്രസംഗം അവസാനിപ്പിക്കണം. അന്ന് ഞാൻ ആ എഴുതിയ കവിത ഇങ്ങനായിരുന്നു: നേരിന്നു നേരായ നേർവഴി കാട്ടിയോൻ, ശക്തിയായി സത്യത്തെ സഹചാരിയാക്കിയോൻ, ഇന്നു നീ കേരള മുഖ്യനായി വാണിടും, ഭാരത നെറുകയിൽ നാളെ ചെന്നെത്തിടും, ഒപ്പം നടന്നവർ കൂടെ ചിരിച്ചവർ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച നാളിൽ പിന്നെ ആരോപണത്തിൻ്റെ കൂരമ്പുകൾ കൊണ്ട് വില്ലുകുലച്ചു നിന്ന നാളിൽ മന്ദഹാസത്താൽ കൂരമ്പുമാലയെ പൂമാല പൊന്മാലയാക്കി മുഖ്യൻ അശരണരാലംബഹീനർക്കു വേണ്ടി മുഖ്യനായ അങ്ങയെ ഞങ്ങൾക്കു വേണം, കേരള നാടിനെ ജ്യോതിസിലാക്കുന്ന നിറദീപമായങ്ങു മാറിടട്ടെ, കേരള നാടിനെ ജ്യോതിസിലാക്കുന്ന നിറദീപമായങ്ങു മാറിടട്ടെ. അന്ന് ഞാനിത് എഴുതിയൊരു ഫലമൊക്കെ ആക്കി കൊടുത്തിരുന്നു. അദ്ദേഹം കുറച്ച് നാൾ ക്ലിഫ് ഹൗസിലത്തൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വലിയ മനുഷ്യൻ്റെ ഓർമ്മദിനത്തിൽ വള്ളികുന്നത്തെത്താനും ഇങ്ങനൊരു വലിയൊരു പരിപാടിയുടെ ഭാഗമാകാനും കഴിഞ്ഞതിലുള്ള ഹൃദയംഗമമായ നന്ദി ശ്രീ മഠത്തിൽ ഷുക്കൂറിനെ ഞാൻ അറിയിക്കുകയാണ്. അദ്ദേഹത്തെ